ഈ കഴിഞ്ഞ ഏപ്രിൽ 30 വ്യാഴാഴ്ച ഞങ്ങളെല്ലാവരും കൂടെ കൂടിയിട്ട് എൻ്റെ മാമൻ്റെ വീട്ടിലേക്ക് പോയി. അപ്പം ഞാനും എൻ്റെ അനിയത്തിയും കൂടെ അവിടെ നിന്ന് ഹലുവ വാങ്ങിക്കാൻ വേണ്ടി വേറെ ബേക്കറി പോയിട്ടുണ്ടായിരുന്നു. പോയി വരുന്ന വഴിയാണിത്. പിള്ളേരെല്ലാവരും കൂടെ ഞങ്ങളുടെ പിന്നാലെ നടക്കുന്നുണ്ടായിരുന്നു. ഇത് അവിടുത്തെ നായ്ക്കുട്ടിയാണ്, നാൻസി എന്നാണ് പേര്. എല്ലാവരും തകൃതിയായിട്ടുള്ള പണിയിലാണ്. എൻ്റെ അമ്മച്ചൻ്റെ ശ്രാദ്ധമായതുകൊണ്ട് 10ാമത്തെ ശ്രാദ്ധമാണ്. അപ്പോൾ അതിലേക്കുള്ള നേർച്ച വെച്ചെടുക്കാനുള്ള സാധനങ്ങളാണ് എല്ലാവരും കൂടി ചേർന്ന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് ചെറിയ മാമിയാണ്, അവരുടെ വീടാണിത്. പിന്നെ അതിൻ്റെ താഴത്തെ തന്നെ പറമ്പിലാണ് വലിയ മാമൻ്റെ വീട്. ചെറിയ മാമൻ്റെയും മാമീൻ്റെയും വീട്ടുകൂടൽ ഇപ്പോൾ അടുത്ത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് ഞങ്ങൾ ശ്രാദ്ധം കഴിക്കുന്നത്. അമ്മമ്മ ഇവിടെയാണ് താമസിക്കുന്നത് അവരുടെ കൂടെ. അപ്പോൾ അതിലേക്കുള്ള പണികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ബിരിയാണിയാണ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് അമ്മേൻ്റെ ചെറിയ അനിയത്തിയും പിന്നെ വലിയ മാമൻ്റെ മൂത്ത മരുമകളും കൂടെ ചേർന്നിട്ടാണ് ബിരിയാണി ഉണ്ടാക്കുന്നത്. പിന്നെ എൻ്റെ അനിയത്തിയും അമ്മയും കൂടെ പത്തിരി ഉണ്ടാക്കുന്ന തിരക്കിലാണ്. അങ്ങനെ എല്ലാവരും കൂടെ ചേർന്ന് ഈ ചൂടിൽ നല്ലപോലെ കഷ്ടപ്പെടുകയല്ലേ. അപ്പോൾ എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ട് ഒരു മാംഗോ ജ്യൂസ് ആവാമെന്ന് ചോദിച്ചു. അങ്ങനെ എൻ്റെ ചെറിയ മാമൻ്റെ മോളാണ്. എല്ലാവർക്കും കൂടെ വേണ്ടി ആദ്യം കുട്ടികൾക്ക് കൊടുത്ത് അവർ കളിച്ചൊക്കെ ക്ഷീണിച്ചിരിക്കുകയാണ്. അങ്ങനെ അവർക്ക് എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ട് മാംഗോ ജ്യൂസ് അവൾ കുട്ടികൾക്കും കൊടുത്തു. പിന്നെ അവിടെ ജോലി ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് മൊത്തം കസിൻസ് തന്നെ ഞങ്ങളെല്ലാവരും കൂടെ ചേർന്നിട്ടാണ് ഇവിടെ പണിയെടുക്കുന്നത്. അമ്മയും അമ്മേൻ്റെ അനിയത്തിയാണ്. പിന്നെ അത് വലിയ മാമിയും എൻ്റെ അനിയത്തിയും എൻ്റെ മോളും. പിന്നെ ഇതെൻ്റെ വലിയ മാമൻ്റെ മരുമകളാണ്. അവളാണ് ബിരിയാണി മൊത്തം സെറ്റാക്കുന്നത്. എല്ലാം മിക്സ് ചെയ്യണം. അതിന് ശേഷം സന്ധ്യയ്ക്ക് ഞങ്ങൾ നേർച്ച വെച്ച് കൊടുത്തു. വലിയ മാമനാണ് വെച്ച് കൊടുക്കുന്നത്. പിന്നെ ആ നേർച്ച വെച്ച് കൊടുത്തതിന് ശേഷം ഞങ്ങളുടെ കുട്ടികളെല്ലാവരും കൂടെ ഒരു ട്രിപ്പ് കഴിക്കുകയാണ്. വലിയ മാമൻ്റെ മോൻ്റെ മോളാണത്. കുട്ടികളെല്ലാവരും കൂടെ സന്തോഷത്തോടു കൂടി എല്ലാവരും, വലിയ മാമനും ഇരിക്കുന്നുണ്ട് കുട്ടികളെ കൂടെ, എല്ലാവരും കൂടെ ഭക്ഷണം കഴിക്കുകയാണ്. പിന്നെ അതിന് ശേഷം ഞങ്ങൾ ചെറിയ ഫോട്ടോസൊക്കെ എടുത്തു. കസിൻസ് എല്ലാവരും കൂടെ ചേർന്നിട്ട് ഫോട്ടോസ് എടുത്തു. എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെയുള്ള നിമിഷങ്ങളിൽ എല്ലാവരും ഒത്തുകൂടുള്ളൂ. കല്യാണം, ശ്രാദ്ധം, വീട്ടുകൂടൽ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമ്പോഴല്ലേ എല്ലാവരും കൂടെ ഒന്നും കാണുള്ളൂ. അപ്പോൾ കാണുന്ന സമയത്ത് ഞങ്ങളെല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് ഫോട്ടോസൊക്കെ എടുത്തു. അതിനുശേഷം ഞങ്ങളെല്ലാവരും കൂടെ ഇരുന്ന് ആദ്യം ഞങ്ങളുടെ മക്കൾ ഭക്ഷണം കഴിച്ചു. അതിനുശേഷം ഞങ്ങൾ എല്ലാവരും കൂടെ ഭക്ഷണം കഴിക്കുകയാണ്. അമ്മച്ചൻ്റെ മക്കളുടെ മക്കൾ, അതാണ് ആ ഒരു ഇതിലാണ് ഞങ്ങളെല്ലാവരും കൂടി ഇരിക്കുകയാണ്. ഇനിയും ഉണ്ട് കേട്ടോ ആൾക്കാർ, എല്ലാവരും കൂടി ഇരിക്കാൻ കഴിയാത്തതുകൊണ്ടാണ്. പിന്നെ എൻ്റെ മാമനും എൻ്റെ അനിയനും അതിലാണ് ഇരിക്കുന്നത്. എൻ്റെ മാമനുണ്ട്, അമ്മ ഉണ്ട്, അനിയൻ്റെ വൈഫുണ്ട്, അമ്മേൻ്റെ അനിയത്തിയുണ്ട്. അങ്ങനെ ഇവരെല്ലാവരും കൂടെ കഴിച്ചുകൊണ്ടിരിക്കുന്നതിന് ഇടയ്ക്ക് മാമിക്ക് ഗസ്റ്റ് വന്നു. പിന്നെ മാമി അവരും കൂടെ ഒരുമിച്ചിരുന്ന് കഴിച്ചു. അങ്ങനെ രാത്രി ഞങ്ങളെല്ലാവരും കൂടെ അവിടെ സ്റ്റേ ചെയ്തു. ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് പോന്നു. ഇഷ്ടമായി, ലൈക്ക് ചെയ്യണേ.